പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളെ പരിശുദ്ധ കുർബാനയിലെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന നമ്മളെ ക്ഷണിച്ചതിന് മനസ്സുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാം. കൃപാസന ഒരു ദൈവവിളിയാണ്. നമ്മുടെ എല്ലാ ദിവസവും അനേകം മക്കള് കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നിന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അങ്ങനൊരു വിളി കേട്ടത് കൊണ്ടാണ് ഇത് ദൈവവിളിയാണെന്ന് പറയാൻ കാരണം. പ്രാർത്ഥിക്കാൻ. കർത്താവേ, എൻ്റെ വേദനയുടെ കാലത്ത് നിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് എന്നെ സാന്ത്വനപ്പെടുത്തുന്ന നിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു പുതിയ കാലം എനിക്ക് അവകാശമാക്കിയതിന് ഓഹരിയാക്കിയതിന് എൻ്റെ അവകാശം ഓഹരിയുമായ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, എല്ലാ ജനങ്ങളോടും കൂടി ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയാൽ അങ്ങയെ വാഴ്ത്തുന്നു, ദൈവസ്നേഹത്താൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി ദൈവസാന്നിധ്യത്തിന്റെ സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷികളായി സന്തോഷത്തിന്റെ സുവിശേഷ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനും കൂടെ ചേർത്തതിനും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ബലവാനെ, പരിശുദ്ധനെ, പരശതം കെരൂബുകളാൽ ഏതു നിമിഷവും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്തുതിക്കപ്പെടുന്നവനെ, സ്തുതിക്ക് യോഗ്യനെ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, രൂപങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു.
ഞാനൊരു പറഞ്ഞു, നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞ് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്. നിങ്ങൾ അക്വിനാസിനെ പോലെയാണ്. എന്താണ് അക്വിനാസിൻ്റെ പ്രത്യേകത? വിശുദ്ധ അക്വിനാസിൻ്റെ പ്രത്യേകത, നിങ്ങൾ വിശുദ്ധനാണ്, അതേസമയം തന്നെ നല്ല വിജ്ഞാനിയാണ്. ഈ വിജ്ഞാനം കൂടുമ്പോൾ വിശുദ്ധി കുറവില്ല ചില ആൾക്കാർക്ക്. ഈ എസ്സിന് അങ്ങനെയില്ല, വിജ്ഞാനവും കൂടി വിശുദ്ധിയും കൂടി എൻ്റെ ഒപ്പം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, ചില ആൾക്കാർക്ക് ഈ വിജ്ഞാനം കൂടിക്കഴിയുമ്പോൾ വിശുദ്ധി കുറയും. അത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കപ്പാസിറ്റി, ഈ മെരിറ്റിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. എന്താണ് മനുഷ്യന്മാരുടെ ഒരു ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉടമ്പടി ഭാഷയാണ് ഉപയോഗിക്കണമെങ്കിൽ പറയും മെരിറ്റ് ഈസ് ദ എനിമി. നമ്മുടെ ശത്രു മെരിറ്റാണ്. മെരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ശത്രു ഉടമ്പടി നമ്മളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തരും നമുക്ക്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ഉടമ്പടി നമ്മൾ കൺഫ്രണ്ട് ചെയ്യാത്ത, നമ്മളെ അജ്ഞാതമായ കോണിൽ നിന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന ഒരു അജ്ഞാത ശത്രുവിനെ, പുരാതനമായ ഒരു ശത്രുവിനെ ഉടമ്പടി ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരും. അയാളുടെ പേര് മെരിറ്റ് എന്നാണ്. മെരിറ്റ് എന്ന് വെച്ചാൽ കപ്പാസിറ്റി, നമ്മുടെ യോഗ്യത. നമ്മുടെ യോഗ്യതയ്ക്ക് ഇവൻ നമ്മൾ എന്തുമാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പം നിങ്ങൾക്കൊരു 50 ലക്ഷം രൂപ FD ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങൾക്ക് കാലണ ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാര്യക്കെട്ടി വീഴും. കാലണ കയ്യിലില്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യക്കെട്ടി വീഴും. അലമാര നിറച്ച് കാശാണെങ്കിൽ അതിൻ്റെ കുറച്ചേ പ്രാർത്ഥിക്കത്തുള്ളൂ. ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്നേറ്റ് എനിമി എന്ന് പറയുന്നത്, ആന്തരിക ശത്രു എന്ന് പറയുന്ന മെരിറ്റാണ്. ഈ ഉടമ്പടി ഈ മനുഷ്യൻ ഗതി കിട്ടാതെ കിടക്കുന്ന കാരണങ്ങൾ ഒന്ന്, അതിൻ്റെ ഒരു കാരണം ഈ മെരിറ്റിലുള്ള റീസണബിൾ ആയിട്ടുള്ള അഡിഹറൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയിലുള്ള അമിതമായ ആശ്രയം. എൻ്റെ മക്കളിത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു വളരെ സീരിയസ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണം. നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം രജിസ്റ്റർ ചെയ്യത്തില്ല. ചില പ്രാർത്ഥനകളുടെ ഒരു കുഴപ്പം, ദൈവം ആ പ്രാർത്ഥന രജിസ്റ്റർ വരത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ 100 കണക്കിന് അടിച്ചാലും ചില ആ സേവ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി പോകും. അതുപോലെ പ്രാർത്ഥനകളും എല്ലാം ഡിലീറ്റാണ്, പലതും ഡിലീറ്റായി പോയിട്ടുണ്ട്. നമ്മൾ ചെറുപുറ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് ഡിലീറ്റിങ് വരും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന രജിസ്റ്റർ ആകാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അവലംബങ്ങളുടെ കുഴപ്പമാണ്. അവലംബങ്ങളെന്ന് പറയണത്, ഇപ്പം നമുക്ക് കുറച്ച് ആസ്തി ഭദ്രതയുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിന് അവലംബങ്ങളുള്ളു. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് രോഗിനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ തന്നെ രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, എന്താ, നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ. എന്നാൽ പിന്നെ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും. പിടിയിട്ടില്ലേ? ഈ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി കൂയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആദ്യമേ ഉള്ളൂ. മരുമകൻ ആണല്ലോ അവിടെ. ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ. അപ്പം പിന്നെ പ്രാർത്ഥിക്കുന്ന റോഡിൻ്റെ ഗട്ടർ കുറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. ഓപ്പറേഷൻ കാര്യം മരുമകനല്ല. ഇതെന്ത്, നമ്മുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവതിരുസന്നിധിയിൽ നിൽക്കണം. ഒരു മെരിറ്റുമില്ലാത്ത, നമ്മൾ കണ്ട ആ സാക്ഷ്യത്തിൽ റോസ് ബെന്നിയുടെ സാക്ഷിയാണ്. റോസ് ബെന്നി നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരിയാണ്, ചമ്പകുളത്തുകാരിയാണ്. ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്,
അവലംബങ്ങൾ, ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ്. 9 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്തെടുത്തിട്ട് വേണം ഈ 2 കുഞ്ഞുങ്ങളുണ്ട് അതിങ്ങനെ പഠിപ്പിക്കാനും, പിന്നെ ബാക്കിയുള്ള ഹൗസ് മെയിൻ്റെനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേതാണ്. ബെന്നിയും ഇവരും 2 പേരും കർഷകരാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഒന്നാതിരെ കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണിയാകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ട് വരും. ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, ഒരു 5-6 ദിവസം നിന്ന് പെയ്താൽ അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭീകര ജീവിയാണ് സംഭവം. അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും. കടലിൽ ദിവസങ്ങളിൽ വെള്ളം എടുക്കത്തില്ല. അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും. ആപ്പടെ ഇപ്പോൾ ഒരു വലിയ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിലും ഇതിൻ്റെ വിശ്വാസവീരന്മാരുണ്ട്. അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല ഒരിക്കലും. പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസവീരന്മാർക്കൊരു പ്രശ്നമില്ലേ. അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം. ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും. നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്. പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തും. ഇപ്പം ഈ റോസ്ബെന്നിയുടെ വിഷയം എന്ന് പറയണത്, ഇവർ നെല്ലെല്ലാം കുലച്ച് പാകമായി കൊയ്ത്തുകാലമായപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു. അപ്പോൾ എല്ലാം ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയല്ല, കടലോരത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. മണിക്കൂറിന് 60 വെച്ചുള്ള കാറ്റാണ്. അപ്പോൾ അടിച്ചു തല്ലിപ്പോവും തെങ്ങെല്ലാം. അപ്പം ഞാറിങ്ങനെ വീണുപോയി, വെള്ളത്തിലേക്ക് വീണുപോയാൽ ഞാറിനൊരു കുഴപ്പമുണ്ട്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഈ കതിരയിലിങ്ങനെ നെല്ലൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ പതുക്കെ ഇത് അടന്നടന്ന് ഇതിനകത്ത് വീഴും. നമുക്ക് 1-2 ദിവസം ആ സമയം തെറ്റിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടത്തില്ല, എല്ലാം അടന്നു പോകും. അതാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പം. ഭയങ്കര സങ്കടകരമായൊരു കാഴ്ചയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ അസ്തമിച്ച് പോണവർ തോന്നും. ഇപ്പം ന്യൂനമർദ്ദം കയറി കാറ്റടിച്ച് മഴയത്ത് ഈ 9 ഏക്കർ ഇങ്ങനെ അടിച്ച് തല്ലിപ്പോയപ്പോൾ അപ്പോഴും ബെന്നി റോസിനോട് ചോദിക്കുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്മൾ തീർന്നല്ല എന്ന് പറയും. കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം. എൻ്റെ വണ്ടി ഇറക്കണത് ഉഴുതുമറിക്കണത് എല്ലാം കുറേ കടമുണ്ട്. ഇപ്പം കടവും പരിഹരിക്കണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഗവൺമെൻറ് അരി എടുത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ട് അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തിന് 100-ന് 108 കിലോനാണ് എടുക്കുന്നത്. അതപ്പോൾ മുതലാകത്തില്ല. മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ ഓരോ കണ്ടില്ലേ. 100 കിലോ എടുക്കുന്ന സ്ഥലത്ത് 108 കിലോ മേടിക്കും. പണ്ട് പേട് വാശി എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ നമുക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100-108 ഉണ്ടായിരുന്നു. പേട് വാശി എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ മടപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ, ഇപ്പോൾ കൊടുക്കുമ്പോൾ 100 തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാർ 108 എടുക്കും.
ഇതിൻ്റെ എല്ലാം പേട് പൊതിച്ച് കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഓരോ 100 തേങ്ങയ്ക്ക് 8 തേങ്ങ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ നെല്ലിനും. ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കാരെ കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി 100-ന് 108 കിലോ അളക്കാൻ പറയും. ഇപ്പോൾ മിനി റോസിൻ്റെ പ്രശ്നം, റോസ്ബെരിയുടെ പ്രശ്നം, ഈ 100-ന് 8 വെച്ചാണ് ഇത് അളക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കിലോ കിൻഡൽ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത കണക്കായിരിക്കും. എൻ്റെ പേര് സിജി സാജു, പാലാ രൂപതയിലെ കുടക്കച്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഫെബ്രുവരി 13-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിലെ ആദ്യത്തെ നിയോഗം ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്നായിരുന്നു. അതിൻ്റെ ഫലമായി 25 വർഷമായുള്ള മദ്യപാനം പൂർണ്ണമായിട്ട് മാറി. പിന്നെ ഞായറാഴ്ചകളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ദിവ്യബലിയിൽ പങ്കെടുക്കും, സന്ധ്യാപ്രാർത്ഥനയ്ക്കും പങ്കുകൊള്ളും. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ജൂലൈ 25-ാം തീയതിയാണ്. ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കാനാണ്. അതിൻ്റെ ഫലമായി എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും കുടുംബ പ്രാർത്ഥന ആര് വന്നാലും മുടങ്ങാതെ ചൊല്ലാനുമുള്ള ഇത് കിട്ടി. രണ്ടാമതായിട്ട് ഞങ്ങളൊരു ഓട്ടോ സ്റ്റാൻഡും വിദേശത്തൊരു ജോലിയുമാണ് വെച്ചത്. ഏതെങ്കിലും ഒന്ന്, രണ്ടും ഒരു ദിവസം തന്നെ ശരിയായി. എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോളുണ്ട്, അവളെ തന്നെ ഇട്ടിട്ട് പോകേണ്ടതുകൊണ്ട് നമ്മൾ വിദേശത്ത് ജോലി വേണ്ടാന്ന് വെച്ച് ഒരു ഓട്ടോ സ്റ്റാൻഡ് വാങ്ങി. മൂന്നാമതായിട്ട് എൻ്റെ ചേച്ചിക്ക് 3 വർഷമായി സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് പെൻഷൻ കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി കോടതിയിൽ നിന്ന് ഓർഡർ വരികയും പെൻഷൻ കിട്ടാൻ തുടങ്ങുകയും ചെയ്തു. നാലാമത്തെ 12 വർഷമായിട്ട് എനിക്ക് കൈക്ക് മരവിപ്പായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എനിക്കതുണ്ടായിട്ടില്ല. അങ്ങനെ നിരവധിയായ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് എനിക്ക് സൗഖ്യം കിട്ടി. 2 പേജ് മുഴുവൻ ഞാൻ എഴുതിക്കൊണ്ടാണ് വന്നത്. സമയപരിമിതി മൂലം കുറച്ചേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എഴുതിക്കൊണ്ട് വന്ന എല്ലാ അമ്മയ്ക്കും തിരുക്കുമാരനും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടിരുന്നു. എൻ്റെ ഞാൻ PhD തീസിസ് സബ്മിറ്റ് ചെയ്ത് 1.5 years ആയിരുന്നു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ 24th ഫെബ്രുവരി സബ്മിറ്റ് ചെയ്ത് 1.5 months എനിക്ക് PhD വൈവ OC കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അത് 20 years ആയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ കോൺവൊക്കേഷൻസ് നടക്കുന്നത് മാർച്ചിലാണ്. എൻ്റെ വൈവ OC ഏപ്രിലാണ് നടന്നത്. ബട്ട് ഈ 2019 മാത്രം മാർച്ചിൽ യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് കാരണം അവർക്ക് കോൺവൊക്കേഷൻ നടത്താൻ പറ്റിയില്ല. ജൂൺ 3 കോൺവൊക്കേഷൻ. അതുകൊണ്ട് ഈ വർഷം തന്നെ എൻ്റെ PhD സർട്ടിഫിക്കറ്റ്സും കിട്ടി. അതെനിക്കൊരു സർട്ടിഫിക്കറ്റ് എനിക്കൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അത് ആവശ്യമായിരുന്നു. ആ കോൺവൊക്കേഷൻ നടത്താതെ ഇരുന്നത് കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റും ഈ വർഷം തന്നെ കിട്ടി. പിന്നെ എനിക്ക് ഉടമ്പടി വസ്തുക്കൾ വെച്ചിട്ട് എനിക്ക് 10 years ആയിട്ട് ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഇൻഹേലർ യൂസ് ചെയ്യായിരുന്നു. ആ ഇൻഹേലർ ഇപ്പോൾ ഞാൻ ഒരു 6 months മെയ് 18th ആണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ മെയ് 18th നിന്ന് ഇന്ന് വരേക്ക് ഞാൻ ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. അതേപോലെ എൻ്റെ മകനിപ്പോൾ 11 years ആയി. അവനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഫുഡ് അലർജി ഉണ്ടായിരുന്നു. ഫുഡ് അലർജി മീൻസ് ഞാൻ എന്ത് കഴിച്ചാലും സംടൈംസ് ചില ഫുഡല്ല സ്കിൻ റാഷസ് വേദനയൊക്കെ വരും. സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യേണ്ടി വന്നുമായിരുന്നു. അതും ഈ 6 months ആയിട്ട് ഞാൻ റാഷസ് വന്നാൽ തന്നെ ആ തൈലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിറോയിഡ്സ് ഇതുവരെ എടുത്തിട്ടില്ല. അതേപോലെ ഇവന് സ്കൂളിൽ വെച്ച് അത് എനിക്ക് പ്രശ്നങ്ങൾ വന്നാലും അമ്മ അതിനൊരു പരിഹാരം നൽകുമെന്ന് എനിക്കൊരു ബോധ്യം വന്നത് ഇവന് ജൂൺ 26th ഇവൻ സ്കൂളിലാണ്. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുക ലെക്ചറായിട്ട്. അപ്പോൾ ഞാൻ കോളേജിലിരിക്കുമ്പോൾ എനിക്ക് 2:30 ഫോൺ വരികയാണ്. മകൻ്റെ കയ്യിൽ ഡെസ്ക്, ദാറ്റ് ഈസ് വുഡൻ ഡെസ്ക് വീണിട്ട് ഞാൻ പോയി കാണുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ അവൻ്റെ 2 ഫിംഗേഴ്സ് ഇറച്ചി കൊത്തി നുറുക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ സമയം ജപമാല ചൊല്ലുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ധൈര്യം കിട്ടി. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റാണ് അവിടെ ഡ്യൂട്ടി ഡോക്ടർ. അപ്പോൾ അവൾ തന്നെ വന്ന് എന്നെ കണ്ടപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലായി. അവൾ തന്നെ പ്ലാസ്റ്റിക് സർജൻ
8:30 നൈറ്റാണ് വരിക. പ്ലാസ്റ്റിക് സർജൻ അവൾ തന്നെ താമ്പരം ആണ് ഞങ്ങൾ താമസിക്കുന്നത്. താമ്പരത്തുള്ള ഏറ്റവും നല്ല പ്ലാസ്റ്റിക് സർജനെ അറേഞ്ച് ചെയ്ത് 6:30 ആ ഓപ്പറേഷൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയതിന് ശേഷം അത് ഒരു ഫുള്ള് വെയിൻസ് എല്ലാം കട്ടായിരുന്നു. നമുക്ക് മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലായിരുന്നു. ഫിസിയോതെറാപ്പി എല്ലാം ഞാൻ ഈ സ്റ്റിച്ച് എടുത്തതിന് ശേഷം അവൻ ആ തൈലം യൂസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ കൈ പഴയ പടിയായി, ഒരു മൂവ്മെൻറ്റിനോ യാതൊരു ഒരു കുഴപ്പമില്ലാതെ പഴയ പടിയായി. പിന്നെ എനിക്ക് അവിടെ ഒരു സെർവൻറ്റ് വരും, അവർ ഹിന്ദുവാണ്. അപ്പം ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ അവർക്ക് ഞാനൊരു പത്രവും ഉപ്പും കൊടുത്തിരുന്നു. അവർക്ക് അത് വെച്ചിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ, തമിഴൊന്നും വായിക്കാൻ അറിയില്ല, അവർക്ക് അറിയാവുന്ന പോലെ അവർ പ്രാർത്ഥിക്കും. ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് അവരുടെ വീട്ടിൽ സമാധാനവും, അവർക്ക് സെർവൻറ്റ് മെയ്ഡാണ്, അവർക്ക് കുറേ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് പറയാൻ പറഞ്ഞു. ഇതിനേക്കാൾ ഉപരി എനിക്ക് വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇതുവരെയും മുടങ്ങിയിട്ടില്ല. ഇത്രയും നന്മ ചെയ്ത അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പേര് മരിയ, സ്ഥലം പെരുമ്പാവൂര്. ഞാൻ ചെവിക്ക് പഴുപ്പ് കയറി കണ്ടമാനം ആശുപത്രികളെല്ലാം കാണിച്ച് ചോരയും പഴുപ്പും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു, തലയിലേക്ക് കയറി. ഡോക്ടർമാരെല്ലാം ആലുവ, പെരുമ്പാവൂർ, എറണാകുളം എല്ലാം മടക്കി. അവർ പറഞ്ഞു ഇനി തലച്ചോറിലേക്ക് പഴുപ്പ് കയറിപ്പോയാൽ ചേച്ചി യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടതായിരുന്നേ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ചെവിക്കകത്ത് ഇങ്ങനെ പഴുപ്പ് വരും, ഇങ്ങനെ കോലൊക്കെ ഇട്ട് തുണിയൊക്കെ ഇട്ട് ചുറ്റും പഴുപ്പ് മാറ്റും. അത് കഴിയുമ്പോഴത്തേക്കും ഗുളിക കഴിച്ചാലൊന്നും അങ്ങോട്ട് ഏൽക്കുകയില്ല. അങ്ങനെയാണ് ഞാൻ കൃപാസനം ആശയെ പറ്റി കണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വീട്ടിൽ ചെന്ന് ഒഴിച്ച് അന്ന് തന്നെ എൻ്റെ ചെവിയുടെ പഴുപ്പും മാറി, ഇതുമെല്ലാം മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ് ഈ ചെവിയുടെ അകത്ത് ദ്വാരത്തിൽ ഓട്ടയുണ്ടെന്ന് പറഞ്ഞ് ആ ഓട്ട എനിക്ക് മാറിക്കിട്ടി. ഇന്നിപ്പം ഞാൻ കമ്പ, കുഴൽ എല്ലാം ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തതാണ്. കണ്ണിന് തിമിരം വന്ന് മൂടിയിട്ട് 2 കണ്ണും ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് കാഴ്ച തിരിച്ച് കിട്ടിയതായിരുന്നു. രണ്ടാമത് ഈ കണ്ണിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ കണ്ണിൽ മരുന്നൊഴിക്കാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെ മരുന്നൊഴിച്ചപ്പോൾ മരുന്ന് കൂടിപ്പോയി. അപ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 4000 രൂപയുടെ സ്കാനാണ് എനിക്ക് അവർ വെറുതെ ചെയ്തു തന്നത്. ഒരു നയാ പൈസയ്ക്ക് പോലും പണിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഞവരക്കിരി കഴിഞ്ഞ് വന്ന് വീണ ഒരു വ്യക്തിയാണ്. കെട്ടിടം പണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു പണിയും ചെയ്യാനോ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലാത്ത ആളിന് 4000 രൂപയുടെ സ്കാൻ ആ സാൻജോ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ചെയ്തു തന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു കണ്ണിൻ്റെ മിഴിയെല്ലാം ചേച്ചി ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കണ്ണ് ഇങ്ങനെ മിഴി ഓടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ വീട്ടിൽ വന്ന ഉടമ്പടി തൈലം മാത്രം എടുത്ത് പിന്നെ കണ്ണിൻ്റെ അകത്ത് തിരുമ്മി പ്രാർത്ഥിച്ച് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് എനിക്കത് സഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഒരു മകൾ എനിക്കുണ്ട്. ആ മകൾ വഴക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ മകൾക്ക് യാതൊരു കുഴപ്പവും നമ്മളുമായി രമ്യതയിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളോടെല്ലാവരോടും പിന്നെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനും അവരെല്ലാവരും ദൈവത്തിലേക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും അയൽവാസികളോടെല്ലാവരോടും നമുക്ക് രമ്യമായി പെരുമാറുവാനും എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുമെന്ന് പറഞ്ഞതുപോലെ പിതാവിനെ വരെ ഞാൻ കണ്ട ഒരു മകളാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ സഹോദരങ്ങളെല്ലാവരും എന്നോട് പിണക്കമുണ്ടായിരുന്നു. ആ സഹോദരങ്ങളെല്ലാവരും ഇന്ന് ഞാനുമായിട്ട് രമ്യയിലാണ് ജീവിക്കുന്നത്. ആർക്കും എന്നോട് വിരോധമില്ല.